ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു ഇൻക്ലൈൻഡ് ഇൻസിഡൻസ് ആണ് അല്ലേ? ചെരിഞ്ഞ് ഒരു ബൗണ്ടറിയിൽ വന്ന് വീണ് കഴിഞ്ഞാലുള്ള കാര്യം പറഞ്ഞു പോരുമായിരുന്നു എസ്. അതിന്റെ അവസാനം 3 ലോസ് പറഞ്ഞു നിർത്തി. ഫസ്റ്റ് ലോ എന്നായിരുന്നു കീർത്തി? ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണോ ഫസ്റ്റ് ലോ? ലോ ഓഫ് റിഫ്ലക്ഷൻ അല്ലടാ, അതിന് മുമ്പ് ഒരു ലോ ഉണ്ടായിരുന്നല്ലോ, KI സൈൻ തീറ്റ I is equal to KR sin theta R is equal to R sin theta R is equal to KT sin theta KT sin theta T. Second law, Hari. Second law, theta I is equal to theta R. Third law, Arya. Sin theta T by sin theta I is equal to N1 by N2. അറിയാലോ അല്ലേ? തീറ്റ നമ്മുടെ സ്നെൽസ് ലോ പോലെ തന്നെ എഴുതാൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. സൈൻ തീറ്റ ടി ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഐ ഇസ് ഈക്വൽ ടു N1 by N2. ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. These are the fundamental laws of geometrical optics using electrodynamics. Now consider the boundary conditions. Now consider the boundary conditions. നേരത്തെ നമ്മൾ കുറച്ച് ബൗണ്ടറി കണ്ടീഷൻസിന്റെ ഇക്വേഷൻ എഴുതിയിട്ടില്ലേ? അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ ഇട്ട് തന്നിട്ടുണ്ടോ നോക്കട്ടെ. ദാറ്റ് ഈസ് ഇല്ല, ε1 E1 പെർപെൻഡിക്കുലർ നോട്ട് എന്ന് പറഞ്ഞ് എഴുതി തരുക. ഇത് അതെടുത്ത് നോക്കിയേ. ε1 E1 പെർപെൻഡിക്കുലർ മൈനസ് ε2 E2 perpendicular is equal to 0. ഇനി B1 perpendicular minus B2 perpendicular equal to 0. E1 parallel minus E2 parallel equal to 0. 1 by mu1. B1 by mu1 parallel minus B2 by mu2 parallel equal to 0. Okay. ഇതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷനിലെ ഇക്വേഷൻസ്. നമ്മൾ ഇന്നലെ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു ഒബ്ലിക് ഇൻസിഡൻസ് ആയിരുന്നു. ഇങ്ങനെ ഇസഡ് ആക്സിസിലായിരുന്നെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് വീണിട്ട് ഇവിടുന്ന് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു, ഇത് റിഫ്ലക്റ്റ് ചെയ്തു, ഇത് ഇൻസിഡൻറ്റ് ചെയ്തു. ഇത് തീറ്റ ഐ, ഇത് തീറ്റ ആറ്, ഇത് തീറ്റ ടി. ഇനി ഇത് ഈ ഇൻസിഡന്റ് റേ ഏത് പ്ലെയിനിലാ വീഴുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇൻസിഡന്റ് റേ, വെരി ഗുഡ്. ദ ഇൻസിഡന്റ് റേ ഈസ് ഇൻ XY പ്ലെയിൻ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഏത് പ്ലെയിൻ ആയിരിക്കും? പെർപെൻഡിക്കുലർ പ്ലെയിൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇസഡ് പ്ലെയിൻ ആയിരിക്കും അല്ലേ? XYക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും, അപ്പം ഇസഡ്. So first equation we can write it as ε1 E1, അതായത് ഫസ്റ്റ് മീഡിയ E2 സെക്കൻഡ്, ε2 E2 സെക്കൻഡ് മീഡിയ. ഇതിനെ ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ടൈം അപ്പുറത്തോട്ട് പോയിക്കോളൂല്ലോ. സോ ε1 ഫസ്റ്റ് മീഡിയയിൽ ആരൊക്കെയുണ്ട്? ഇവിടെ ഇൻസിഡൻറ്റും ഉണ്ട്, റിഫ്ലക്റ്റഡും ഉണ്ട്. സോ E0I പ്ലസ് E0R, the perpendicular component means that is a Z component, equal to, ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ε2 അവിടെ ഏത് മാത്രമേ ഉള്ളൂ? E0T at Z. നോക്കി മനസ്സിലായിട്ടേ എഴുതാവുള്ളൂ. ബിനിലെ മനസ്സിലായോ? സാർ ഒന്നുകൂടെ പറഞ്ഞത്. ഇസഡ് കമ്പോണന്റിന്റെ റീകോൾ ചെയ്യുവാണ്.
ബിക്കോസ് ബൗണ്ടറി കണ്ടീഷനിലെ ആദ്യത്തെ ഇക്വേഷൻ പെർപെൻഡിക്കുലർ എന്നാണ് ഇവിടെ കിടക്കണേ അല്ലേ, ഇവിടെ കിടക്കണേ, ഇതും പെർപെൻഡിക്കുലർ, ശരിയല്ലേ ബിന്നിലെ? അപ്പം ഇൻസിഡന്റ് വേവ് XY പ്ലെയിനില്ല. അപ്പൊ XY പ്ലെയിന് പെർപെൻഡിക്കുലർ ആയ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? Z കമ്പോണന്റ്. അപ്പൊ E1 എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയയിലെ, E2 എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയയിലെ സമത്തിന് അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫസ്റ്റ് മീഡിയയിൽ ആരൊക്കെയുണ്ട്? ഇൻസിഡന്റും ഉണ്ട്, റിഫ്ലക്റ്റഡും ഉണ്ട്. സോ ε1 E0I plus E0R Z equal to ε2 E0T Z. കിട്ടിയില്ലേ? മനസ്സിലായി സാർ. സെക്കൻഡ് ഇക്വേഷൻ പറഞ്ഞില്ലേ? ഇത് വെച്ചിട്ട് B1 പെർപെൻഡിക്കുലർ ഈക്വൽ ടു B2 പെർപെൻഡിക്കുലർ നേടാം. B1 ഫസ്റ്റ് മീഡിയയിൽ ഇവിടുത്തെ രണ്ട് കമ്പോണന്റ് ഏതൊക്കെയാണ്? B0I ഉണ്ട് ഇവിടെ, പ്ലസ് B0R അറ്റ് Z ഈക്വൽ ടു അപ്പുറത്തോട്ട് പോയി B0T അറ്റ് Z. നന്നായി ശ്രദ്ധിച്ചിരിക്കണം. വേറെ എങ്ങും ഇതിന്റെ കാരണമോ റീസണോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഞാൻ അതിന്റെ റീസൺ പറഞ്ഞു തന്നാണ് ഇപ്പം. ഓക്കെ, ഇനി ഇത് നോക്കിയാൽ അറിയാം, ഇത് Z കമ്പോണന്റ് എന്ന് ആയതുകൊണ്ടാണ് സഫിക്സ് ആയിട്ട് Z ടെക്സ്റ്റ് കിടക്കുക. ഇത് രണ്ടെണ്ണം Z ആക്സിസിന്റെ കമ്പോണന്റ്. ഇനി ഇതുപോലെ തന്നെ 3, 4 ഇക്വേഷൻ, 3, 4 ഇക്വേഷനിൽ ഇത് എങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്? പാരലൽ അല്ലേ? പാരലൽ കമ്പോണന്റ് എന്ന് പറയുമ്പം ഏത് പ്ലെയിനിലായിരിക്കും? പാരലൽ കമ്പോണന്റ് ഏത് പ്ലെയിനിലായിരിക്കും? അറിയാ, പാരലൽ കമ്പോണന്റ് ഏത് പ്ലെയിനിലായിരിക്കും? വരുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും പാരലൽ കമ്പോണന്റ് എടുത്താൽ അത് ഏത് പ്ലെയിനിലായിരിക്കും? ഇൻസിഡന്റ് റേ വന്ന അതേ പ്ലെയിനിലാണ് അതിന് പാരലൽ എന്ന് പറഞ്ഞത്. അത് ഏത് പ്ലെയിനാന്നാ പറഞ്ഞത്? XY പ്ലെയിൻ. ദാറ്റ് മീൻസ് പാരലൽ കമ്പോണന്റ് എഴുതുമ്പോൾ എങ്ങനെയാവും? അടുത്ത രണ്ടെണ്ണം E1 പാരലൽ. അപ്പം ഫസ്റ്റ് മീഡിയയിൽ E0I plus E0R പാരലൽ പ്ലെയിൻ XY പ്ലെയിൻ ഇസ് ഈക്വൽ ടു E2 അപ്പുറേ പോയി E0T അറ്റ് XY ആണ്. ഇതെല്ലാം വെക്ടർ. എന്നാ ലാസ്റ്റ് ഇക്വേഷൻ തന്നെ പറഞ്ഞേ. എനിവൺ ആരെങ്കിലും പറഞ്ഞ അടുത്ത ഇക്വേഷൻ? സംയുക്ത. 1/μ1 B0I plus B0R at XY is equal to 1/μ2 B0T at XY. ഇനി ഇവിടുത്തെ B0 E0 ടൈമിൽ എത്രയാണ് നമ്മൾ പറഞ്ഞേ? അതും കൂടെ എഴുതി വെക്കണം. സോ ദീസ് ആർ ദ ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ ദ ഇക്വേഷൻ. ആൻഡ് ഹിയർ B0 is equal to 1/V into K cross E0. നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള B0 എടുക്കുമ്പം പെർപെൻഡിക്കുലർ കമ്പോണന്റ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രോസ് പ്രൊഡക്റ്റ് ഇട്ട ഒരു ഇക്വേഷൻ ഓർക്കുന്നുണ്ട്? ഇക്വേഷൻ ഇത്ര ഇക്വേഷൻ ഇട്ടിട്ട് വയർ B0 is equal to 1/V into K cross E. അതായത് ഇക്വേഷൻ 29 ഇല്ലേ? നോക്കി കഴിഞ്ഞ ദിവസം എഴുതിയതിനകത്തെ ഇക്വേഷൻ 29 രണ്ടാമത്തെ ഇക്വേഷൻ അതല്ലായിരുന്നോ? ലിജിന. അപ്പം ലിജിനക്ക് കേൾക്കാവോ? ഹലോ ഹലോ. അപ്പം നമ്മൾ ബൗണ്ടറി കണ്ടീഷനെ XY പ്ലെയിനിലെയും Z പ്ലെയിനിലെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് എഴുതി. ഇത് എഴുതാൻ ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടി നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. ε1 into E0 ഇത് എങ്ങനെയാണെന്നും ഈ ഇക്വേഷൻ എടുക്കണം. ഈ ഇക്വേഷൻ എടുത്ത് വെച്ച് ഫസ്റ്റ് വൺ ആണെങ്കിൽ ε1 E1 ഈക്വൽ ടു ε2 E2 എന്നാക്കണം. ഇനി E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീഡിയത്തിലുള്ളത്. അപ്പൊ ε1 E0I plus E0R ഈക്വൽ ടു ε2 into E0T.
സോ മനസ്സിലായാൽ ദിസ് വൺ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇത് നമുക്ക് ഈസി ആയിട്ട് 4 ഇക്വേഷൻസ് എഴുതാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആയോ? ഹരി ജോയിൻ ചെയ്തോ. ബിനിലെ കേൾക്കാവോ? ബിനിലെ ഇസ് ഇറ്റ് ഫൈൻ? ക്ലിയർ അല്ലേ? മനസ്സിലായി. ഓക്കെ. ഇനി പറയുന്നത് ഇത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇങ്ങ് പോരണം, തീർന്നിട്ടൊന്നുമില്ല. Now consider the component of E and B in XY plane. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും നമ്മൾ കമ്പോണന്റ് ആക്കുക. Now consider the component form. ഇവിടെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ഇക്വേഷൻ പഠിക്കേണ്ടിയിരിക്കും. സോ ഇതായിരുന്നു നമ്മുടെ ബൗണ്ടറി. ഇതായിരുന്നു നമ്മുടെ ഇസഡ് ആക്സിസ്. ആ ഇസഡ് ആക്സിസിലേക്ക് ഒരു റേ ഇവിടുന്ന് വന്ന് ഇങ്ങനെ വീണ്, അല്ല ഒരു കളർ കൊണ്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഒരു റേ ഇവിടെ വന്ന് വീണ് അത് ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. അത് ആ പോയിന്റിൽ നിന്ന് ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ച് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു. Now this is theta I, this is theta R. ഇത് വീണ്ടും ഫിഗർ വരയ്ക്കണം കേട്ടോ. ഇപ്പം എസ് എഴുതാൻ പറ്റും. ഇത് തീറ്റ ടി, ബിക്കോസ് ഇത് കമ്പോണന്റ് ആക്കുക ഞാൻ. ഇത് ഇൻസിഡന്റ് വേവ് അല്ലായിരുന്നോ? ഐ ആണ് അല്ലെങ്കിൽ കെ ഐ ആണ്. ഇനി ഇതിനെ കമ്പോണന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ്. അത് നമ്മൾ ഈ നേരത്തെ എന്നാ പറയണേ, നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഈ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഒക്കെ ഡയറക്ഷൻ പറയലായിരുന്നു ഇങ്ങനെ വെച്ചിട്ട്. ഇങ്ങനെ പറഞ്ഞ് ഓർക്കുന്നില്ലേ? റൈറ്റ് ഹാൻഡ് റൂളൊക്കെ വെച്ചിട്ട് FBI മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ ഇലക്ട്രിക് ഫീൽഡിനെ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇതൊരു പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇൻസ്റ്റന്റ് വേവ് പോകണമെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരുന്നത്. സോ ഇപ്പം ഈ ഡയറക്ഷനിലാണ് നമ്മളുടെ നോർമൽ ഇൻസിഡന്റ് അല്ലെ പ്രൊപ്പഗേഷൻ വെക്ടർ പോകുന്നതെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയ ഒരു ഡയറക്ഷൻ വേണം ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് അതുപോലെ ഇവിടുന്ന് വരുമ്പോഴത്തേന് ഇതിന് പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷൻ. അതുപോലെ ഇവിടുന്ന് കടന്ന് വരച്ച് വരുന്നതിന് ഈ ഡയറക്ഷൻ വരാം. വരയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇഷ്ടമുള്ള രീതി വരയ്ക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വരച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്തെത്താൻ പറ്റില്ല. സോ ഇതാണ് ഞാൻ വരച്ച ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഈ ഐ, ഈ ആർ, ഈ ടി. Now we want to draw the direction of the magnetic field. ഇവിടെയാണെങ്കിൽ താഴത്തേക്ക് നിർത്താം. ഓക്കെ, ഇതിപ്പോൾ വൈയുടെ ഡയറക്ഷനിൽ പോയാൽ ഇത് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ, ഇത് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ. വരച്ചു കഴിഞ്ഞാൽ അതിന് ഓരോ പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയുടെ ഓരോ ഇത് കൊടുത്താൽ മതി. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആണെന്ന് ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേണമെങ്കിൽ any direction we can, it is also be perpendicular. So where this is B, direction of B, this is BI, this is BR, this is BT. Okay, തീർന്നിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ മാത്രമൊന്നും ആയില്ല. ഇനി നമ്മൾ കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ഇറ്റ് ഇൻടു കമ്പോണൻസ്. ദാറ്റ് മീൻസ് ഒന്നെന്ന് പറഞ്ഞാൽ ഇസഡ് കമ്പോണന്റ് എഴുതാം, പിന്നെ എഴുതാൻ പറ്റുന്നത് XY കമ്പോണന്റ്. ഇപ്പോൾ ദ കമ്പോണന്റ് ഫോം എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 1.
നമ്മൾ മുമ്പേ എഴുതിയ ഇക്വേഷൻ നമ്പർ 1 എന്നായിരുന്നു എന്ന് പറയാമോ ബിന്നിലെ? എപ്സിലോൺ 1 ഇൻറ്റു എപ്സിലോൺ 1 ബൗണ്ടറി കണ്ടീഷൻ മുമ്പേ എഴുതിയില്ലേ ബൗണ്ടറി കണ്ടീഷൻ? കമ്പോണന്റ് ഫോം എപ്സിലോൺ 1 ഇൻറ്റു E0i plus E0r E0i plus E0r at Z. at Z is equal to Epsilon 2 2 E0t. E0t at Z. നോക്കിക്കോണം, ഒരെണ്ണം ഞാൻ വെള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. പക്ഷെ എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാനുള്ള എഴുതി വെക്കാനുള്ള സമയം ചിലപ്പോൾ എക്സാമിനും കിട്ടില്ല. ഓക്കെ, ശരിയല്ലേ? ഇപ്പം ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ഏതിലായിരുന്നു? ഇസഡ് കമ്പോണന്റ് ആയിരുന്നു അല്ലേ? ഇസഡ് കമ്പോണന്റ്, ഇതും ഇസഡ് കമ്പോണന്റ്. മൂന്നാമത്തെ ഇക്വേഷനും നാലാമത്തെ ഇക്വേഷനും ഏതായിരുന്നു? XY. XY കമ്പോണന്റ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. These are XY കമ്പോണന്റ്. ഇതിനെ കമ്പോണന്റ് ആക്കുക ഞാൻ. ഓക്കെ, ഇതിനെ കമ്പോണന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ E0i-നെ എന്നാ ചെയ്യും? E0i-നെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ഇസഡ് കമ്പോണന്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അതിന്റെ ഇസഡ് കമ്പോണന്റ് മാത്രം എഴുതുക. അല്ല ഇതിന്റെ അർത്ഥം കമ്പോണന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ? അതുപോലെ ഇവിടെ നിൽക്കട്ടെ. ഇനി E0i ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് ഫോം ഞാൻ ആദ്യം എഴുതി കാണിക്കാം. ആൻസർ ഇങ്ങനെയാണ്: എപ്സിലോൺ 1 ഇൻറ്റു മൈനസ് E0i സൈൻ തീറ്റ ഐ പ്ലസ് E0r സൈൻ തീറ്റ ആർ is equal to epsilon 2 E0t minus E0t sin theta t. നിങ്ങൾക്ക് ഇതാക്കാൻ അറിയാവോ? ഇതിനെ നേരെ ഇങ്ങോട്ടാക്കാൻ അറിയാവോ? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചുമ്മാ പറയാം, ബൈ കൺവേർട്ട് ഇൻറ്റു എക്സ് വൈ ഇസഡ് കമ്പോണന്റ് വി ഒബ്റ്റെയിൻ ലൈക്ക് ദിസ്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു തരും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഇതിനെയാണ് കമ്പോണന്റ് ആക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ. അപ്പം ഇതൊരു പാരലൽ ലൈൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു പാരലൽ ലൈൻ ഇവിടെ ഉണ്ടാകാൻ പറ്റൂലോ? കുഴപ്പമില്ലോ. പിന്നെ നമുക്ക് എന്നാക്കി അറിയാം? ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഇതായിട്ട് പെർപെൻഡിക്കുലർ ആണ്, ഇത് ഇതായിട്ട് പെർപെൻഡിക്കുലർ ആണ്, ഇതായിട്ട് പെർപെൻഡിക്കുലർ ആണ്, ഇതായിട്ട് പെർപെൻഡിക്കുലർ ആണ്, ഇതായിട്ട് പെർപെൻഡിക്കുലർ ആണ്, ഇതായിട്ട് പെർപെൻഡിക്കുലർ. കടന്നു പോകുന്ന ലൈനായിട്ട് വരയ്ക്കണം. അതുമായിട്ട് അതായത് കെ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ് ഇത് രണ്ടും. ഇതും കെ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്, ഇത് കെ വെക്ടർ. അപ്പം ഇത് 90 അല്ലേ? ഇത് 90. ഇത് തീറ്റ ഐ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് തീറ്റ ഐ ആണ്, ഇത് എത്രയായിരിക്കും? ഐശ്വര്യ? വെരി ഗുഡ്. അത്ര അറിയാമെങ്കിൽ പകുതി കാര്യം മനസ്സിലായി അല്ലേ? നമ്മൾ രണ്ട് പാരലൽ ലൈൻസിനെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ആൾട്ടർനേറ്റീവ് ആംഗിൾ ആണെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് തീറ്റ ഐ ആണെങ്കിൽ ഈ വര മുതൽ ഈ വരെയുള്ള മൊത്തം ആംഗിൾ 180 അല്ലേ? അല്ലേ? ഈ ഇളമ്പച്ച ഇവിടെ മുതൽ ഇവിടം വരെ എത്രയാ? 180 ഡിഗ്രി അല്ലേ? അപ്പൊ 180 ഡിഗ്രി മൈനസ് ഒരു 90 ഇവിടെ നമുക്കറിയാം. 90 ഡിഗ്രി മൈനസ് തീറ്റ ഐ എന്ന് പറയണതല്ലേ? അത് ഈ ഐ എന്ന് പറയുന്നത് ഈ ഇസഡ് മാക്കി ഉണ്ടാക്കുന്ന കമ്പൗണ്ട്. അതായത് ഇത്രയും സ്ഥലം ഈ ആംഗിള്. മനസ്സിലാവുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞു, ഇച്ചിരി നന്നായിട്ട് ചിന്തിക്കണം. ഈ മൊത്തം ആംഗിൾ എത്രയാ ബിനിലെ? 180 ഡിഗ്രി. അതിൽ ഇത് എത്രയാ? 90. ഇതെത്രയാ? തീറ്റ ഐ. അപ്പൊ തീറ്റ ഐ പ്ലസ് 90 പ്ലസ് ഇതും കൂടെ കൂട്ടി എത്ര കിട്ടും? 180.
അപ്പൊ ആ ആംഗിൾ എത്രയാണെന്ന് അറിയാൻ നമുക്ക് എന്നാ ചെയ്യാം? 180 ഇത് രണ്ടും കുറച്ചാ പോരെ? 180 മൈനസ് തീറ്റ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 90 മൈനസ് തീറ്റ ആയി അല്ലേ? ഇനി ഇതിന്റെ ഈ കമ്പോണന്റ്, അതായത് ഏത് ഈ ഇസഡിന്റെ ഇതിന്റെ ഏത് കമ്പോണന്റ് വരും? ഇസഡ് ഡയറക്ഷനുള്ള കമ്പോണന്റ്. ദാറ്റ് മീൻസ് ഇതിങ്ങനെ ഇ ഐ ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കോസ് തീറ്റ എടുക്കുക അല്ലേ? ശരിയല്ലേ? കോസ് ഓഫ് 90 മൈനസ് തീറ്റ ഐ ആവും അത്. അപ്പൊ അത് എത്രയാകും? സൈൻ തീറ്റ ഐ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം സൈൻ മാത്രം ഇസഡ് കമ്പോണന്റ് ആയപ്പോൾ വന്നത്. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ബിന്നിലെ കിട്ടിയോ? കോസ് 90 മൈനസ് തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. അതുകൊണ്ടാണ് ഇസഡ് കമ്പോണന്റ് മാത്രം എഴുതിയപ്പം സൈൻ തീറ്റയുടെ കമ്പോണന്റ് മാത്രമായിട്ട് ചുമ്മാ E0 I എന്ന് എഴുതാതെ E0 I സൈൻ തീറ്റ ആയി, E0 I സൈൻ തീറ്റ. സാർ 90 മൈനസ് തീറ്റ ആയി മനസ്സിലായി. ആ കോസ് എടുത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോ ഇങ്ങനെയാണ് നമ്മുടെ വെക്ടർ ഇരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഈ ആക്സിസ് ആണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വെക്ടർ അതിന് കുറച്ചുകൂടെ പുറകോട്ട് പോകണം. ഇത് വെക്ടർ R ആണെങ്കിൽ ഇതിന് ഇങ്ങോട്ട് മുട്ടിച്ച് കഴിയുമ്പം ഇത് തീറ്റ ആണെങ്കിൽ ഇത് 90, നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇത് അഡ്ജസന്റ് സൈഡ് കോസ് തീറ്റ കമ്പോണന്റും ഇത് R ആണെങ്കിൽ ഇത് R കോസ് തീറ്റ, ഇത് എത്രയാകും? ഇത് R സൈൻ തീറ്റ ആകുമായിരുന്നു. അങ്ങനെ ഒരെണ്ണം ഓർക്കുന്നുണ്ടോ വെക്ടറില്? അത് ഓർമ്മയുണ്ട് സാർ. അത് തന്നെ, ഒന്നുമില്ല. അപ്പം അതിന്റെ ഈ കമ്പോണന്റ് അതിനിങ്ങനെ എന്നാ പറയുക, പാരലായിട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കാവുന്ന കമ്പോണ്ട് അതിന്റെ കോസ് തീറ്റ കമ്പോണന്റും, ഇത് ഇങ്ങോട്ട് കോസ് തീറ്റ കമ്പോണ്ട് ഇങ്ങോട്ട് സൈൻ തീറ്റ കമ്പോണ്ടും ആവും. ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനെ മുട്ടിക്കുമ്പം ഈ കമ്പോണന്റ് എന്ന് പറയണത് ഈ ആംഗിൾ ഇൻറ്റു കോസ് തീറ്റ, കോസ് ഓഫ് ഈ വാല്യൂ വരും. ഓക്കെ, എന്നാലല്ലേ കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ശരിയല്ലേ? അത് വെച്ചാ എടുത്തിരിക്കണേ കേട്ടോ. 90 വരും. ഇത്രേ ഇതിനകത്ത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പിന്നെ ദിസ് ഇസ് മൈ ബെസ്റ്റ്. സോ മനസ്സിലായി സാർ. cos of 90 minus theta that is equal to sin theta. We can represent the z component as ഒരു സൈൻ്റെ കമ്പോണന്റ് മാത്രം മതി. ഇനി എന്നാ പ്രശ്നം? ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടല്ലേ, രണ്ട് സ്ഥലത്ത് ഒരു നെഗറ്റീവ് ഉണ്ട്. E0 ഐയുടെ കമ്പോണ്ട് എങ്ങോട്ടാ വരച്ചിരിക്കണേ? ഇങ്ങോട്ടല്ലേ വരച്ചിരിക്കണേ, ഇങ്ങോട്ട്. അത് പോസിറ്റീവ് യൂസർ ഡയറക്ഷൻ ആണോ നെഗറ്റീവ് യൂസർ ഡയറക്ഷൻ ആണോ വന്നിരിക്കണേ? നെഗറ്റീവ് യൂസർ. സോ E0 ഐയും E0 ടിയും അങ്ങോട്ടാണ് നെഗറ്റീവ്, മൈനസ് ഇസഡ്. ഇതും മൈനസ് ഇസഡ്. E0 ആറോ പ്ലസ് ഇസഡ്. സോ എപ്സിലോൺ 1 ഇൻറ്റു മൈനസ് E0 I സൈൻ തീറ്റ I പ്ലസ് E0 R സൈൻ തീറ്റ R ഈസ് ഈക്വൽ ടു എപ്സിലോൺ 2 മൈനസ് E0 T സൈൻ തീറ്റ T. ക്ലിയർ? ഒന്നാമത്തെ ആയിരുന്നു കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി അനദർ. ലിജിന ക്ലിയർ ആയോ? ഇത് ഡയറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇന്ന് തന്നെ ക്ലാസ് കൂടുക കേട്ടോ. നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ വന്നപ്പോൾ സൈൻ തീറ്റ കമ്പോണ്ട് എങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടെണ്ണം നെഗറ്റീവ് കമ്പോണന്റും എന്തുകൊണ്ട് നെഗറ്റീവ് വന്നു എന്ന് ഞാൻ പറഞ്ഞു. ലീവ് ചെയ്യാതെ. ബിനിലിന് കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായി സാർ. വേറെ ലീവ് അതിനകത്ത് ഉണ്ടായിരുന്ന ആരാ ഉണ്ടായിരുന്നേ? സംയുക്ത? ഗുഡ്. വിഷ്ണു? മനസ്സിലായി സാർ. ഇനി നോക്കിക്കേ, ഇത് ആദ്യത്തെ കേട്ടോ. ഇസഡ് കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എങ്ങോട്ടാ കിടക്കണേ? മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനാ കിടക്കണേ? ഇതല്ലേ ഇസഡ് ഡയറക്ഷൻ? നെഗറ്റീവ്. നെഗറ്റീവ് ഏതാ? ഇത് എക്സ് ആയിരുന്നു നമ്മുടെ, അല്ലേ? എക്സ് വൈ പ്ലെയിനിലല്ലേടോ വന്ന് വീണേ. ഇത് പ്ലസ് എക്സും ഇത് മൈനസ് എക്സും. അപ്പൊ ഇസഡ് കമ്പോണന്റ് ബിക്കുണ്ടോ?
ഇവിടെ ഇങ്ങനെ പറഞ്ഞാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരച്ച് ഈ കമ്പോണന്റ് ഉണ്ടെന്ന് പറയാം. ഇത് വൃത്തി ഇതിന് പെർപെൻഡിക്കുലർ. ദാറ്റ് മീൻസ് ദർ ഇസ് നോ കമ്പോണന്റ് ഫോർ ദ ഇസഡ് ആക്സിസ്. സോ സെക്കൻഡ് ഇക്വേഷൻ 0 ഈക്വൽ ടു 0 എന്നായി പോകും. മനസ്സിലായോ? XY ഡയറക്ഷനിലാണ് ഇവിടെ BI കിടക്കുന്നത്. ഇസഡ് കമ്പോണന്റ് ഇല്ല. സോ നമ്മളെ മുമ്പേ എഴുതിയ ബൗണ്ടറി കണ്ടീഷന്റെ സെക്കൻഡ് ഇക്വേഷൻ 0 ഈക്വൽ ടു 0 ആയി പോയി. തേർഡ് ഇക്വേഷൻ നമുക്കിനി ഇവിടെ സോൾവ് ചെയ്യാൻ എല്ലാവരും സോൾവ് ചെയ്യാൻ പറ്റില്ല. തേർഡ് ഇക്വേഷൻ ഞാൻ പറഞ്ഞ പോലെ ഒരെണ്ണം ഞാനിപ്പോൾ സോൾവ് ചെയ്ത് തന്നു. ഒന്നെങ്കിൽ നിങ്ങൾ റിസോൾവ് ചെയ്ത് എഴുതുക, പക്ഷേ ചെയ്ത് എഴുതാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറയല. E0i അതായത് ഈ സൈൻ ടേം കോസ് ടേം ആക്കുന്ന അങ്ങ് ഓർത്താ വെച്ച് എളുപ്പമുണ്ട്. കോസ് തീറ്റ ഐ പ്ലസ് E0r കോസ് തീറ്റ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു E0t കോസ് തീറ്റ ടി. ഇതാണ് ഇതിനകത്ത് ശരിക്കും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൊടുക്കേണ്ട ഇക്വേഷൻ. ഇത് റിഫ്ലക്ഷൻ്റെ ടേമിൽ ഇവിടെ വരും, ഈ പോയിന്റ് എടുക്കും. ഈ ടേമിൽ ഇതുപോലെ തന്നെ ഒരു പാരലൽ ലൈൻ ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ ഇതിന് പാരലായിട്ട് ലൈൻ വരച്ച് അതിനെ തീറ്റ എന്ന് വിളിച്ച് ഇത് മൊത്തം 90 ആണ്. ഇവിടെ 90 പ്ലസ് തീറ്റ അങ്ങനെ കമ്പൗണ്ട് വരും. അപ്പം അത് കോസ് തീറ്റയുടെ ടേം ആകും. ജസ്റ്റ് ലീവ്. ഇതിൻ്റെ ഇപ്പം നോക്കി ഇവിടെ ε1 ഇല്ല. നമ്മുടെ ബൗണ്ടറി ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതിന് പകരം E0i cos theta i, E0r cos theta r is equal to E0t cos theta t. And the final equation 1 by mu1 B0i plus B0r that's equal to 1 by mu2 B0t. ഇത് രണ്ടും XY പറഞ്ഞു. ഇത് രണ്ടും XY പ്ലെയിനില്ല കേട്ടോ. മൂന്നാമത്തെ ഇക്വേഷൻ അതും ഈ വാല്യൂസ് നെഗറ്റീവിലേക്കല്ലേ ഡയറക്ഷൻ, അപ്പൊ അവിടെ നെഗറ്റീവ് വരണ്ടായോ? മൂന്നാമത്തത് ഈ വാല്യൂ ഞാൻ പറഞ്ഞു. ഈ മൂന്നാമത്തത് ഏതിന്റെ നമ്മൾ എടുക്കണേ? XY പ്ലെയിനിലാണ് എടുക്കണേ. ഓക്കെ, 1ഉം 2ഉം ആണ് എങ്ങോട്ട് എടുത്തത്? Z കമ്പോണന്റിൽ എടുത്തത്. അപ്പം Z വെച്ച് നോക്കിയാൽ മതി. മൂന്നാമത്തത് മനസ്സിലായി? മൂന്നാമത്തെ XY പ്ലെയിനിലാണ് എടുക്കണേ. ഞാനിങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ വെച്ച് നോക്കിയാലും ഇത് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുമ്പം മേ ബി അത് പോസിറ്റീവ് X ആയിരിക്കാം. ദാറ്റ് കറക്റ്റ് ആക്യുറേറ്റ്ലി നമുക്കത് സേ ചെയ്യാൻ പറ്റില്ല. അത് ഇസഡ് ആണെന്ന് ആലോചിച്ചുകൊണ്ടല്ലേ താങ്കൾക്ക് തോന്നിയത് അത് നെഗറ്റീവ് വരുമെന്ന്? അങ്ങനെ ചിന്തിക്കില്ല കേട്ടോ. ഇത് രണ്ടും XY ആണ്. ദീസ് ടു ആർ ഇൻ XY പ്ലെയിൻ. ഓർത്തോണം, ബൗണ്ടറി കണ്ടീഷനിലെ ആദ്യത്തെ 2 ഇക്വേഷൻ ഇസഡ് കമ്പോണന്റും പിന്നത്തെ 2 ഇക്വേഷൻ XY കമ്പോണന്റും. അപ്പം ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടേണ്ടത്. 1. ഇത് 2. ഇതിനൊരു കാര്യം ചെയ്യണം. ഇതിപ്പം 3, 4 ഇടാൻ പറ്റുള്ളൂ അല്ലേ? ഒരു കാര്യം ചെയ്യുക, മുമ്പത്തെ ഇക്വേഷൻ നമ്പർ എത്രയാ? അവസാനം തീർന്നേക്കുന്ന 35 എങ്ങാണ്ടാന്ന് തോന്നണം. ഇതിന് വേറെ എന്തെങ്കിലും ഓർമ്മ ഇട്ടിട്ടേ 1, 2, 3, 4 B1 2 3 4 എന്നിട്ട് ബൗണ്ടറി എന്ന് വരും. B1 2 3 4 എഴുതിയെടുത്ത് വരച്ച് വ്യക്തമായിട്ട് എഴുതിയെടുക്കണം. വരയ്ക്കുന്നത് തെറ്റിപ്പോയാൽ പോലും പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ നിങ്ങൾ E0 ഇതറിയാമെങ്കിൽ നേരെ കോസ് എഴുതിയാൽ മതി. പടം വരയ്ക്കുമ്പോൾ അതനുസരിച്ച് 2 നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അത്ര എഴുതിയാൽ മതി. ഇതൊന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുതാൻ പോയി കഴിഞ്ഞാൽ ടൈമിൽ തീരില്ല. ഞാനിതിങ്ങനെ വരും എന്നുള്ള തെളിയിക്കൽ എനിക്ക് ഇന്നലെ തെളിയിക്കാൻ പറ്റിയതുകൊണ്ട് നിങ്ങളെ ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ഇക്വേഷൻ പറഞ്ഞേ. ഇനി ഓരോ ഇക്വേഷനെ മോഡിഫൈ ചെയ്തേക്കും. ഇപ്പം മൂന്നാമത്തെ ഇക്വേഷൻ എന്നാ കിട്ടിയേക്കുന്നത്? E0i കോസ് തീറ്റ i ഇല്ലേ പ്ലസ്, ഞാൻ നോക്കാതെ എഴുതാം. E0r നമുക്ക് എഴുതാൻ പറ്റൂന്നേ. കോസ് തീറ്റ r ഈക്വൽ ടു അപ്പുറം E0 ട്രാൻസ്മിറ്റഡ് കോസ് തീറ്റ ടി. എഴുതി പഠിക്കുന്നതിന്റെ പ്രാക്ടീസ് അനുസരിച്ച് ഇത് മുഴുവൻ എഴുതാൻ പറ്റും. ഇനി ഇതിനെ മുഴുവൻ ഒരു കോസ് തീറ്റ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോസ് തീറ്റ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എങ്ങനെയാവും? E0i പ്ലസ് E0r
കോസ് തീറ്റ ആർ ഡിവൈഡ് ബൈ കോസ് തീറ്റ ഐ എത്രയാവും? ഇത് 1 ആയി പോയി അല്ലേടോ. നമ്മുടെ 3 ലോ പറഞ്ഞതിനകത്ത് ഒരെണ്ണം പറഞ്ഞില്ലേ, തീറ്റ ഐ എത്രയാന്ന് പറഞ്ഞു ഇല്ലേ? ദാറ്റ് മീൻസ് ലോ ഓഫ് റിഫ്ലക്ഷൻ രണ്ടാമത്തെ ആ സൈഡിൽ വേണേൽ എഴുതിയെടുത്തോ. ലോ ഓഫ് റിഫ്ലക്ഷൻ അതായത് 3 ലോ പറഞ്ഞതിൽ സെക്കൻഡ് ലോ. അപ്പൊ അത് 1 ആയി പോയി കഴിഞ്ഞാൽ ഇവിടെ എഴുതിയാൽ പോരാ, E0 I പ്ലസ് E0 R ഈക്വൽ ടു E0 R ഈക്വൽ ടു E0 T കോസ് തീറ്റ T ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഐ. കിട്ടിയില്ലേ സ്റ്റെപ്പ്? Now consider this value is called alpha. If it is taken to alpha, then E0 I plus E0 R is equal to alpha E0 T, where alpha is equal to cos theta T divided by cos theta I. Okay. ആര്യ കിട്ടിയോ? കോസ് തീറ്റ ഡിവൈഡ് ചെയ്ത് ഇത് ഡിവൈഡ് ചെയ്ത് മിച്ചമുള്ളതിനെ ആൽഫ എന്നൊരു ടേമിനെ ഞാൻ വിളിച്ചു. ഇനി ഇക്വേഷൻ 4. ഇക്വേഷൻ 4 എന്നായിരുന്നു നമ്മുടെ 1/μ1 വേറെ കളർ കൊണ്ട് എഴുതാം, ക്ലാരിറ്റി വരും. നീലില്ല. 1/μ1 B0I plus B0R is equal to 1/μ2 B0T. ശരിയല്ലേ പിന്നെ? ഇതല്ലായിരുന്നു ഇക്വേഷൻ. ഇതിനെ E0യുടെ ടേമിലോട്ട് ആക്കുമ്പോൾ ഇവിടെ ഒരു V കൊടുത്താൽ പോരെ? 1/V into E അല്ലേ B? P equal to 1/B0 equal to 1/C into E0 എന്നൊരു ഇക്വേഷൻ നമ്മൾ എഴുതല്ലേ? അല്ലെ B equal to വെലോസിറ്റി ലൈറ്റുമായിട്ട് മീഡിയം ആണ് 1/V into E എന്ന് എഴുതാം. സോ 1/μ1 V1 E0 I മൈനസ് E0 R. അവിടെ അങ്ങനെ ഒരു വ്യത്യാസം. ഇത് E0 R ഈക്വൽ ടു 1/μ2 V2 E0 T. ഇവിടെ എന്നെ ആ വ്യത്യാസം വന്നതെന്ന് ചോദിച്ചാൽ XY പ്ലെയിൻ എടുത്ത്, അതായത് സെയിം പ്ലെയിനിലാണെങ്കിൽ ഒരേ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിനിൽ ഇൻസിഡന്റ് വേവ് ഇങ്ങോട്ടാണ്, റിഫ്ലക്ട് വേവ് എങ്ങോട്ടാണ്? ഓപ്പോസിറ്റ് ആയിരിക്കും. ശരിയല്ലേ? XY പ്ലെയിൻ്റെ ഇക്വേഷൻ ആയിരുന്നു അവസാനത്തെ 3ഉം 4ഉം. അത് ഏതെങ്കിലും ആയിക്കോട്ടെ, അത് കൺസിഡർ ചെയ്യാൻ വേണ്ട. ഏതാണെങ്കിൽ പോലും ഇൻസിഡന്റ് വേവ് വലത്തോട്ട് പോയാൽ ട്രാൻസ്മിറ്റ് വേവും വലത്തോട്ട് പോകും, റിഫ്ലക്റ്റഡ് വേവ് ഇടത്തേക്ക് ലെഫ്റ്റിലേക്ക് പോകും. സോ ഒന്നെങ്കിൽ E0 Iക്ക് നെഗറ്റീവ് കൊടുക്കുക, അങ്ങനെ E0 Tക്ക് നെഗറ്റീവ് കൊടുക്കുക. ഇതിന് രണ്ടിന് നെഗറ്റീവ് കൊടുക്കാവുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് നെഗറ്റീവ് കൊടുക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ അശ്വതി? അതുപോലെ V എന്നത് മനസ്സിലായോ അശ്വതിക്ക്? വെരി ഗുഡ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കും അറിയണം എനിക്കും അറിയണം, എന്നാൽ ഇത് നടക്കൂല. നമുക്ക് ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഗുണിക്കാം. E0 I minus E0 R, that is equal to μ1 V1 divided by μ2 V2 divided into E0 T. ശരിയല്ലേ? പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടൈമിൽ നമുക്കറിയാം C equal to N equal to C/V ആയിരുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ പറഞ്ഞു N equal to C/V. അപ്പം V1ന് പകരം C/V എന്ന് കൊടുത്താൽ μ1 C/V1 divided by μ2 C/V2 into E0 T. V2 മോളിൽ പോവും. μ1 V2 by μ2 N1. V equal to C/N അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. വീണ്ടും
ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. സോറി, സി ബൈ n1 സി ബൈ n2 n2 മുകളിൽ പോവും mu1 n2 ഡിവൈഡ് ബൈ mu2 n1 ഇൻറ്റു E0. മനസ്സിലായോ? ഒന്നുകൂടെ എഴുതി കാണിക്കണോ? ഈ വിക്ക് പകരം സി ബൈ n കൊടുത്താൽ അപ്പൊ സി ബൈ n1 ഇവിടെ വരും, ഇവിടെ സി ബൈ n2 വരും. n2 മുകളിലാകുമ്പോൾ മുകളിൽ പോകുമ്പോൾ mu1 n2 ഡിവൈഡ് ബൈ mu2 n1 E0t എന്ന് പറയും. സോ ഫൈനൽ ഇക്വേഷൻ E0t sorry E0i minus E0r equal to mu1 n2 divided by mu2 n1 E0t if it is beta. E0i minus E0r equal to beta into E0t. Where beta is equal to mu1 n2 divided by mu2 n1. ഞാൻ നോക്കിക്കോട്ടെ ശരിയല്ലേ ടെക്സ്റ്റുവൽ. Yes, it's right. Very good. So this is equation number 36. ഇന്നത്തെ പക്ഷേ 37 ഞാൻ 37. ആര്യ കിട്ടിയോ? 4 ഇക്വേഷൻ എഴുതി, അവസാനത്തെ 2 ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ 2 ടേമിന്റെ ഇതിൽ എഴുതി. കിട്ടിയോ? മനസ്സിലായി സർ. അതൊന്നും ഇനി ആവശ്യമില്ല. ആ 2 ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് എടുത്ത് എഴുതിയിട്ട് ഒരു നമ്പർ കൊടുക്കും. ഇനി നോക്കി, ഇത് 2 ഇക്വേഷനെ നമുക്ക് സിംപ്ലി കമ്പൈൻ ചെയ്യാം. രണ്ടും കൂടെ കൂട്ടിയാൽ എങ്ങനെ കിട്ടും? 36 പ്ലസ് 37 ചെയ്ത് കഴിഞ്ഞാൽ 2E0i ഇടതുവശത്ത് വരും ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു E0t. അല്ലേ? ഓർ E0t ടൈമിൽ ട്രാൻസ്മിറ്റഡ് വേവിനെ ഇൻസിഡന്റ് വേവ് E0t ഈസ് ഈക്വൽ ടു ഇതിങ്ങോ ഹരിക്കും 2 divided by alpha plus beta into E0. This is the final equation for the expression for the electric field of the transmitted wave in terms of the incident wave. That is equation number 38. Clear ആയില്ലേ? അറിയാ? രണ്ടും കൂടെ കൂട്ടുക, E0t നെ വൺ സൈഡിലാക്കുക, ഇത് ഇങ്ങോട്ട് പോകും. ക്ലിയർ അല്ലേ? അല്ല, എനി ഡൗട്ട്? ആരില്ല. അശ്വതി, ഇസ് ഇറ്റ് ഫൈൻ? സർ മനസ്സിലായി. ഗുഡ്. ഇനി രണ്ടെണ്ണം കുറയ്ക്കുക. 36 മൈനസ് 37. ഇതിന് അത് കുറയ്ക്കുമ്പം രണ്ടും വെട്ടിപ്പോവും. 2E0r ആവും. 2E0r ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു E0t. ശരിയല്ലേ? അതെ. അപ്പൊ E0r ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ബൈ 2 ഇൻറ്റു E0t. അപ്പൊ E0rനെ E0iയുടെ ടേമിൽ വേണം. E0t നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 38 ഇതിന് പകരം കൊടുക്കുക. അപ്പൊ എന്ത് വരും? That is equal to alpha minus beta by 2 into 2 by alpha plus beta into E0i. Cancel here. That is equal to alpha minus beta divided by alpha plus beta into E0i. That is equal to that is equation number 39. Is it fine?
രണ്ടെണ്ണം കുറച്ചു കഴിഞ്ഞപ്പം അത് E0 ടിയിലോട്ട് പോയി. E0 ടി നേരത്തെ ചെയ്തു വെച്ചുകൊണ്ട് തിരിച്ച് റീകോൾ ചെയ്ത് ഇവിടെ കൊണ്ടേ കൊടുത്തു. These two equations 38 and 39 are called Fresnel's equation. Yes, Fresnel's equations of electromagnetic wave polarized in Z direction. ഇതിനെ രണ്ടിനെയാണ് Fresnel's equation of electromagnetic EMW or inclined ആയിട്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു വേവ് പ്ലെയിനിൽ വീണാൽ കിട്ടുന്ന ഇക്വേഷൻ. ഇവിടം വരെ മനസ്സിലായെങ്കിൽ നിർത്തിയാൽ